ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. വിവിധ രാജ്യങ്ങളിൽ കുരങ്ങുപനി വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ രോഗനിരീക്ഷണം കാര്യക്ഷമമാക്കാൻ ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് കേന്ദ്രം. കേരളത്തിൽ ഓണം ഖാദി മേളയ്ക്ക് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. സഹോദര ബന്ധത്തിന്റെ മഹത്വം വിളിച്ചോതി ഇന്ന് രക്ഷാബന്ധൻ. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ. വാർത്തകൾ വിശദമായി. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു. കേസിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിശദീകരണം നൽകണം. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ചൊവ്വാഴ്ച കേസ് പരിഗണിക്കും. ഈ മാസം 9-നാണ് കേസിനാസ്പദമായ സംഭവം. അതേസമയം ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ച ആവശ്യങ്ങൾ സർക്കാർ അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി നടത്തുന്ന സമരം ഇന്നും തുടരുമെന്ന് ഡോക്ടർമാരുടെ സംഘടന അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രി അർസു റാണ ദേവൂബയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ദേവൂബ ഇന്നലെയാണ് ഡൽഹിയിൽ എത്തിയത്. അയൽപക്കം ആദ്യം എന്ന നയത്തിൽ ഇന്ത്യയുടെ പ്രധാന പങ്കാളിയാണ് നേപ്പാളെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി സഹകരണത്തിലെ പുരോഗതി ചർച്ച ചെയ്യുവാനും അവലോകനം ചെയ്യുവാനും ഈ സന്ദർശനം ഇരുപക്ഷത്തിനും അവസരം നൽകുമെന്നും ബന്ധം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ കുവൈറ്റ് പങ്കാളിത്തം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഔദ്യോഗിക സന്ദർശനത്തിനായി കുവൈറ്റിൽ എത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അസഹാബ് അൽ ഹംദ് അൽ മുബാറക്കുമായി ചർച്ച നടത്തി. നൂറ്റാണ്ടുകളുടെ സൌഹൃദ ബന്ധമാണ് ഇന്ത്യയും കുവൈറ്റും പങ്കിടുന്നതെന്ന് ശ്രീ എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിവിധ രാജ്യങ്ങളിൽ കുരങ്ങുപനി വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ രോഗനിരീക്ഷണം വർദ്ധിപ്പിക്കുവാനും കേസുകൾ വേഗത്തിൽ കണ്ടെത്തുന്നതിന് ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളുവാനും കേന്ദ്രം സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്ര അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ രാജ്യത്ത് കുരങ്ങുപനിയെ പ്രതിരോധിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിന്റെ സ്ഥിതിയും അനുബന്ധ പൊതുജനാരോഗ്യ നടപടികളും അവലോകനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. രോഗനിർണയത്തിനായി നിലവിൽ 32 ലാബുകൾ പരിശോധനയ്ക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. നിലവിൽ രാജ്യത്ത് കുരങ്ങുപനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് യോഗത്തിൽ ഡോക്ടർ മിശ്ര വിശദീകരിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ആഗോളതലത്തിൽ 2022 മുതൽ 116 രാജ്യങ്ങളിൽ നിന്ന് 99,000-ലധികം കേസുകളും 208 മരണവും കുരങ്ങുപനി കാരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ബിൻ ഇബ്രാഹിം 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിൽ എത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന അദ്ദേഹം രാഷ്ട്രപതി ദ്രൌപദി മുർമു, വിദേശകാര്യമന്ത്രി എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വഴിയൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ ജപ്പാൻ 2+2 വിദേശ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന്റെ 3ാം ഘട്ട കൂടിക്കാഴ്ച നാളെ ഡൽഹിയിൽ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്ത്യയെ പ്രതിനിധീകരിക്കും. ഭക്ഷ്യ ഉൽപ്പന്നത്തിലെ മൈക്രോ പ്ലാസ്റ്റിക് സാന്നിധ്യം ഉയർത്തുന്ന ആശങ്ക പരിഹരിക്കുന്നതിനായി നൂതന പദ്ധതിക്ക് തുടക്കമിട്ട് ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. വിവിധ ഭക്ഷ്യവസ്തുക്കളിൽ മൈക്രോ നാനോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനായാണ് പദ്ധതി. മൈക്രോ പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുവാനും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഫലപ്രദമായ നിയന്ത്രണങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും രൂപപ്പെടുത്തുവാനും പദ്ധതി സഹായിക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി അറിയിച്ചു. നേരത്തെ രാജ്യത്തെ ഉപ്പ്, പഞ്ചസാര ബ്രാൻഡുകളിൽ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി ഭക്ഷ്യ കാർഷിക സംഘടന റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഓണം ഖാദി മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തെ അയ്യൻകാളി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ പങ്കെടുക്കും. സഹോദര ബന്ധത്തിന്റെ മഹത്വം വിളിച്ചോതി രാജ്യത്തുടനീളം ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രക്ഷാബന്ധൻ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു.
വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി രാഷ്ട്രപതി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. വിശദാംശങ്ങളിലേക്ക്. ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പൌർണമി നാളിലാണ് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നത്. സഹോദരബന്ധത്തിന്റെയും സഹോദരതുല്യമായ സ്നേഹത്തിന്റെയും മഹത്വം വാഴ്ത്തുന്ന ദിവസമാണിത്. ഇന്നേ ദിവസം സഹോദരിമാർ തങ്ങളുടെ സഹോദരന്മാരുടെ കൈത്തണ്ടയിൽ രാഖി കെട്ടുകയും അവരുടെ ദീർഘായുസ്സിനും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഹോദരന്മാർ തങ്ങളുടെ സഹോദരിമാരെ സംരക്ഷിക്കുമെന്നും പിന്തുണയ്ക്കുമെന്നും പ്രതിജ്ഞയെടുക്കുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യും. ആഘോഷങ്ങളോടനുബന്ധിച്ച് രാഖി കച്ചവടവും വിപണിയിൽ തകൃതിയായി നടക്കുകയാണ്. ഉത്തരേന്ത്യയിൽ ഇന്നലെ തന്നെ ആഘോഷങ്ങൾ ആരംഭിച്ചു. സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും അതുല്യമായ ബന്ധത്തിന്റെ ആഘോഷമാണ് രക്ഷാബന്ധനെന്നും സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയത്തെ ഈ ഉത്സവം ശക്തിപ്പെടുത്തുന്നുവെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു തന്റെ ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ന് ലോക സംസ്കൃത ദിനം. സംസ്കൃത ഭാഷയെ പ്രോത്സാഹിപ്പിക്കുകയും അതിന്റെ ചരിത്രപരവും സാംസ്കാരികവും ബൌദ്ധികവുമായ മൂല്യം ഉയർത്തുകാട്ടുകയും ചെയ്യുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പരിപാലനം, പുനരുജ്ജീവനം എന്നിവയിലൂടെ സംസ്കൃതത്തെ വരും തലമുറയ്ക്കായി സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ദിനം ഓർമ്മപ്പെടുത്തുന്നു. പ്രഭാഷണങ്ങൾ ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് സംസ്കൃത ദിനത്തിൽ രാജ്യത്തുടനീളം സംഘടിപ്പിച്ചിട്ടുള്ളത്. പൊതുമേഖലാ ബാങ്കുകളുടെ പ്രകടനം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് അവലോകന യോഗം നടത്തും. ജൂലൈ 23-ന് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷമുള്ള ആദ്യ അവലോകന യോഗമാണ് ഇത്. സർക്കാർ പദ്ധതികളുടെ ഫലപ്രാപ്തി, ധനകാര്യ സ്ഥാപനങ്ങളുടെ വളർച്ച ഉൾപ്പെടെയുള്ളവ ഉറപ്പാക്കുവാനും ഈ യോഗം ലക്ഷ്യമിടുന്നു. ഈ വർഷത്തെ ബാഡ്മിന്റൺ ഏഷ്യ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് നാളെ ആരംഭിക്കും. ചൈനയിലെ ചെങ്ഡുവിലാണ് മത്സരങ്ങൾ. 15-17 വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ വിഭാഗങ്ങളിലാണ് ചാമ്പ്യൻഷിപ്പ്. ഇന്ത്യയിൽ നിന്ന് 39 കായിക താരങ്ങളാണ് ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അടുത്ത വർഷം ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഇന്നലെ നടക്കേണ്ടിയിരുന്ന മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള ഡ്യൂറാന്റ് കപ്പ് മത്സരം റദ്ദാക്കി. ആർജി കർ മെഡിക്കൽ കോളേജ് ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഫുട്ബോൾ ക്ലബ്ബുകളായ മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, മുഹമ്മദൻ സ്പോർട്ടിംഗ് എന്നിവയുടെ ആയിരക്കണക്കിന് ആരാധകർ സ്റ്റേഡിയത്തിന് പുറത്ത് പ്രതിഷേധ മാർച്ച് നടത്തി. സുരക്ഷാ ആശങ്കകൾ കണക്കിലെടുത്താണ് ഭരണകൂടം മത്സരം റദ്ദാക്കിയത്. മറ്റുള്ളവരെ സഹായിക്കാൻ ജീവിതം സമർപ്പിച്ച മാനുഷിക പ്രവർത്തകരുടെ സ്മരണയ്ക്കായി ഇന്ന് ലോക മാനുഷിക ദിനം ആചരിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ജീവൻ പണയപ്പെടുത്തുന്നവരെ ആദരിക്കുന്നതിനും അവരുടെ ധൈര്യത്തെയും അർപ്പണബോധത്തെയും അഭിവാദ്യം ചെയ്യുന്നതിനും വേണ്ടിയാണ് ദിനം ആചരിക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചാലിയാർ പുഴയുടെ തീരത്ത് ഇന്നും തിരച്ചിൽ തുടരും. മുണ്ടേരി, ഇരുട്ടുകുത്തി, അമ്പിട്ടാംപൊട്ടി, പനങ്കയം, മച്ചിക്കൈ പ്രദേശത്താണ് ഇന്നലെ തിരച്ചിൽ നടത്തിയത്. പോലീസ്, എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തിയത്. പശ്ചിമബംഗാൾ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ പ്രദേശങ്ങളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ബീഹാർ, ഛത്തീസ്ഗഡ്, ദക്ഷിണേന്ത്യൻ മേഖല എന്നിവിടങ്ങളിൽ കനത്തതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ നരേഷ് കുമാർ ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ബംഗ്ലാദേശിൽ സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തുമെന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിന്യായം, പൊതുഭരണം, സുരക്ഷാസേന എന്നിവയിൽ സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുകയെന്ന് ധാക്കയിൽ നയതന്ത്രജ്ഞരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഹമ്മദ് യൂനുസ് പറഞ്ഞു. ക്രമസമാധാന നില നിയന്ത്രണ വിധേയമാക്കുന്നതിനാണ് ഇടക്കാല സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് യൂനുസ് പറഞ്ഞു. ഗസ മുനമ്പിലെ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ച ബുധനാഴ്ച കെയ്റോയിൽ പുനരാരംഭിക്കും. ഈജിപ്ത്, ഖത്തർ, US എന്നീ മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രതിനിധികളും ഇസ്രായേൽ പ്രതിനിധികളും ചർച്ചകളിൽ പങ്കെടുക്കും. ഖത്തറിലെ ദോഹയിൽ നടന്ന ചർച്ചകളുടെ തുടർച്ചയാണ് ഇത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 മുതൽ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് സൈനിക നടപടികളിൽ ഇതുവരെ 40,000 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊൽക്കത്തയിലെ ആർജി കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. വിവിധ രാജ്യങ്ങളിൽ കുരങ്ങുപനി വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ രോഗനിരീക്ഷണം കാര്യക്ഷമമാക്കാൻ ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് കേന്ദ്രം. കേരളത്തിൽ ഓണം ഖാദി മേളയ്ക്ക് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. സഹോദര ബന്ധത്തിന്റെ മഹത്വം വിളിച്ചോതി ഇന്ന് രക്ഷാബന്ധൻ. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.